അതല്ല ഒരു ഈ വ്യക്തമായ അടിമത്തം എന്ന് പറയുന്നത് പരസ്യ സംവാദം പൊതുജനങ്ങളുടെ മുമ്പിൽ നടക്കുകയും ആളുകൾക്ക് സംശയം എന്നോടും അവരോടും ചോദിക്കാനുള്ള ഒരു പൊതുവേദിയിൽ വന്നിട്ട് അടിമത്തത്തിൽ ന്യായീകരിക്കുകയും ചെയ്തോട്ടെ. അല്ല, ഞാൻ പറയുന്നത് അതവര് വരുന്നില്ല. ഇത്രയും വിശ്വാസികളെ കയ്യിൽ നിന്ന് പൈസയൊക്കെ വാങ്ങി ഇവര് വലിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഉണ്ട്. അപ്പൊ ഇതുപോലെ നമ്മള് സാധാരണക്കാരനായ വിശ്വാസികൾ നിങ്ങളോട് വന്ന് കണ്ട് സംസാരിച്ച് ക്ലിയർ ചെയ്യേണ്ട കാര്യമില്ല. അവര് ഇത് ഒരു പറഞ്ഞ് ഓല് ക്ലിയർ ചെയ്യണം. ക്ലാരിഫിക്കേഷൻ തരണം. അതെ, അതാ പറഞ്ഞത്. അപ്പൊ അതാണ് അവര് ഞാനും നിങ്ങൾ പറഞ്ഞത്. പറഞ്ഞ അവര് വിശ്വാസികളെ കബളിപ്പിക്കാണ്. ഹലോ, ഹലോ, ലിയാഖത്തല്ലേ? അതെ എന്താ തിരക്കിലാണോ? അതെ. അപ്പൊ സംസാരിക്കാൻ പറ്റൂല. എന്ത് പറ്റി? ആരാ വിളിക്കണേ? ഞാൻ മലപ്പുറത്തുനിന്നാ, നസീർ. അല്ല, നിങ്ങള് ദീനിനെ പറ്റി അങ്ങനെ പറയണ്ട. അപ്പൊ എന്താ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചോക്കാൻ വിചാരിച്ചിട്ടേ. ചോദിച്ചോളെ. അല്ല, തിരക്കാണെങ്കിലും എന്താ ഇങ്ങനെ കുറിച്ചൊക്കെ ആണെങ്കിലും നമുക്ക് അർജന്റ് ആണ്. അല്ല, എന്താ ഇപ്പൊ നിങ്ങളിങ്ങനെ നമ്മള് നാട്ടുകാർക്കൊക്കെ ഒരു അധാർമിക രീതിക്ക് പോവില്ലേ മതമില്ലെങ്കിലേ? എങ്ങനെ? അപ്പൊ അത് പൊളിച്ചിട്ടുണ്ടെങ്കിൽ അല്ല, അപ്പം അതിപ്പോ നമുക്കൊരു ഇത് വേണ്ടേ? എന്താ വേണ്ടേ? ഒരു വ്യവസ്ഥിതി വേണ്ട. ഒന്നുമില്ലാതെ പട്ടം പട്ടത്തിന് കയറുണ്ടെങ്കിലല്ലേ അതിന് നിലനിൽപ്പുള്ളൂ. മതില്ലെങ്കിൽ ആകെ എന്താ കയറ് പൊട്ടിയ പട്ടം പോലെ ആയില്ലേ? അപ്പൊ ഞാൻ അതായത് നിങ്ങൾ പിന്നെ അതുപോലെ നബിനൊക്കെ വളരെ മോശമായിട്ടൊക്കെ. അല്ല, നിങ്ങൾ ഈ പറഞ്ഞ പട്ടത്തിന്റെ കാര്യം നമുക്കൊന്ന് തീരുമാനാക്കിട്ട് നബിന്റെ അടുത്തേക്ക് പോവല്ലേ നല്ലത്? അതന്നെ. എന്താ അല്ല ഞാൻ പറയാ, എന്താ നിങ്ങള് ഈ പട്ടം എന്ന് പറഞ്ഞ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? അതല്ല, എല്ലാത്തിനും ഒരു വ്യവസ്ഥിതി. ഒരു ബാങ്ക് ആണെങ്കിൽ അതിനൊരു വ്യവസ്ഥിതി ഉണ്ട്. ഓരോരുത്തർക്ക് സ്വന്തം നിലക്ക് ഒരു പെട്ടിക്കടട്ട് ഒരു ബാങ്ക് ആയിട്ട് നിൽക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ ഒരു മതം എന്ന് പറഞ്ഞത് പോലെയാണ്, ഒരു ബാങ്ക് പോലെ ഒന്ന് കൂട്ടിയാല് എല്ലാവർക്കും അതിന്റെ ഒരു വ്യവസ്ഥിതി ഉണ്ടാവും. എങ്ങനെ പെരുമാറണം, എങ്ങനെ. ഇപ്പൊ അതിന് കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും ഒരു വ്യവസ്ഥിതി ഉണ്ടാവും. ഇപ്പൊ ഒരു സാമൂഹ്യ ജീവിതം നയിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും. പറയട്ടെ. അതായത് ഒരു സമൂഹ ജീവിതമാകുമ്പോൾ ഒരു വ്യവസ്ഥിതി ഉണ്ടാവും. ഒരു കുടുംബമായിട്ട് രണ്ടാള് ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുമ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് അവിടെ ഒരു വ്യവസ്ഥിതി, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഗ്രിമെന്റും നിയമവും കാര്യങ്ങളൊക്കെ വരും. അത് സ്വാഭാവികമാണ്. അത് സമൂഹമാകുമ്പോൾ ഉണ്ടാവും, രാജ്യമാകുമ്പോഴും ഉണ്ടാവും. അതിൽ എന്താണ് ഇപ്പൊ? അതിനിപ്പോ ഒരു ഇന്നത് മാത്രം ഇപ്പൊ ഇസ്ലാമാണ് ഇല്ലാണ്ടായാല്, അല്ലെങ്കിൽ ഒരാൾ ഇസ്ലാമാണ് ഓക്കെ, അങ്ങനെ പല വ്യവസ്ഥിതികൾ നാട്ടിലുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മുടെ നാട്ടില് മതം എന്ന രീതിയിൽ തന്നെയും പല മതങ്ങള് പല രീതിയിലുണ്ട്. അപ്പൊ ഇസ്ലാം എന്ന് പറയുന്ന വ്യവസ്ഥിതിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് ഞാൻ പറയണത്. അല്ല, പല മതങ്ങൾ ഇപ്പോ ഹിന്ദു മതമൊക്കെ ആകുമ്പോ പലവർക്കും പല ആചാരന്മാര്. പക്ഷെ ഇസ്ലാം ഒരു നബിന്റെ ഇതില് പഠിപ്പിച്ച രീതിയിൽ ഒറ്റക്കെട്ടായി ഇപ്പൊ സ്ത്രീകൾക്കൊക്കെ അതിൻ്റെതായ അവകാശങ്ങളൊക്കെ അനുവദിച്ചിട്ടുള്ള അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലാണല്ലോ. മറ്റേതിപ്പോ ഓരോരുത്തർക്കും ഓരോ ആചാരം. എന്തിന്റെ ബേസിലാണ് മറ്റു മതങ്ങളുമായിട്ട് കമ്പയർ ചെയ്തിട്ട് ഇസ്ലാം മികച്ചതാണെന്ന് പറയാൻ പോകുന്നത്? ഇസ്ലാം പറഞ്ഞ ഒരു ദൈവം, അതിനൊരു ലാസ്റ്റ് ഒരു പ്രവാചകൻ അവസാനമായിട്ട്. ഇപ്പൊ ഹിന്ദുമതം എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഒരു ആൽമരുണ്ടെങ്കിൽ അതിനെ ആരാധിക്കും. വേറൊരാള് വേറെ ചിലപ്പോ സ്വന്തമായിട്ട് ഒരു അമ്പലം. അതൊരു വ്യവസ്ഥിതി ഇല്ലല്ലോ. അതെന്താ വ്യവസ്ഥിതി ഇല്ലാത്ത? അപ്പൊ നിങ്ങൾ ഈ പറയണ പോലെ പട്ടല്ലാത്ത നൂലില്ലാത്ത പട്ടങ്ങളാണോ മുസ്ലിങ്ങളല്ലാത്ത എല്ലാരും? അല്ല, ഇതിനൊരു ചട്ടക്കൂട്, വ്യക്തമായ ഒരു ചട്ടക്കൂടുണ്ട്. ചട്ടക്കൂടിനകത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് ഇപ്പൊ ഈ പറയണതേ. അല്ല, എന്ത് പ്രശ്നം? നിങ്ങൾ പറയില്ല സ്ത്രീകൾക്ക് അവകാശങ്ങൾ ഇല്ല. സ്ത്രീകൾക്ക് പിന്നെ ഇപ്പൊ ജോലിക്ക് പോകുമ്പോ ഇപ്പൊ ജോലി എന്തെല്ലാം പ്രശ്നങ്ങൾ ഇപ്പൊ കുടുംബത്തിൽ വരുന്ന ഈ സ്ത്രീകൾ ജോലിക്ക് പോകാൻ തുടങ്ങിയ രസല്ലേ? അതെ, സ്ത്രീകൾ ജോലിക്ക് പോകാത്ത കുടുംബങ്ങൾ ഒരു പ്രശ്നമല്ല അല്ലെ? അല്ല, അത് ഇതിലെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴേ കുറവാണോ? ഇപ്പൊ നമ്മളിപ്പോ സ്ത്രീകൾ എന്താ ഖുർആനിൽ പറയുന്നത്? സ്ത്രീകളെ നമ്മളൊരു കൃഷിയിടം പോലെ സംരക്ഷിക്കണം എന്നാണ് ഖുർആനിൽ. ഇല്ലേ? പറഞ്ഞിട്ടില്ലേ? അതെ, പറഞ്ഞിട്ടുണ്ടേ. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മൾ സ്ത്രീകള് കൃഷിയിടാണോ? അല്ലാന്ന്. അതൊരു കർഷകനെ എങ്ങനെ സ്ത്രീകൾ നിങ്ങളുടെ കൃഷിയിടമാകുന്നു എന്ന് പറഞ്ഞ ആയത്തിന്റെ ബാക്കിയും കൂടി പറയും. അല്ല, നമ്മൾ മദർസ പഠിച്ചവരാണ് നിങ്ങൾ പറയണത്. ഒന്നാമത് ഒരു മനുഷ്യ സ്ത്രീനെ കൃഷിയിടത്തോടാവും കൃഷിയിടല്ലാണ്. ഒരു കർഷകൻ എങ്ങനെയാണ് സ്വന്തം കൃഷിയിടം സംരക്ഷിക്കുന്നത്? വേലി കെട്ടി. ഇതാണ് ഈ മതം കൊണ്ടുള്ള പ്രശ്നം. നിങ്ങൾ ഈ പറഞ്ഞ ചട്ടക്കൂടിൽ നിൽക്കുന്ന ആളുകള് ഇതെന്തോ മഹാസംഭവമാണെന്ന് പറയുകയും അങ്ങേയറ്റത്തെ സ്ത്രീവിരുദ്ധത, അത് സ്ത്രീവിരുദ്ധതയാണെന്ന് പോലും മനസ്സിലാവാതെ, മനസ്സിലാക്കാതെയാണ് നിങ്ങൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾ നിങ്ങൾ ഒരു മിനിറ്റ് സുഹൃത്തെ, ഒരു മനുഷ്യനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളെ സഹജീവിയാണ്. ഓക്കെ, നമ്മളെ പോലെ തന്നെ മജ്ജയും മാംസവും ചിന്തയും ബുദ്ധിയും വിവേകവും വിവരവും ഒക്കെ ഉള്ള മനുഷ്യന്മാർ തന്നെയാണ് അവരും. രണ്ട് ജോലിക്ക് പറയട്ടെ, നിങ്ങൾ ഇങ്ങനെ ബഹളം വെച്ചാൽ എങ്ങനെ? അപ്പൊ അങ്ങനത്തെ ഒരു മനുഷ്യനെ നിങ്ങൾ കൃഷിയിടത്തോടാണ് ഉപമിക്കുന്നത്.
എന്നിട്ട് അല്ല അതിന് വേറെ ന്യായം പറയാം. ഞാൻ അത് പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യട്ടെ സുഹൃത്തെ. ഈ പറയും. കൃഷിയിടമാണ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റിന്റെ തൊട്ടു പുറകെ പറയുന്നത് നിങ്ങൾ ഇച്ഛിക്കും വിധം നിങ്ങൾ അതിലേക്ക് പ്രവേശിച്ചുകൊള്ളുക എന്നാ പറയണേ. കൃഷി സ്ഥലത്തേക്ക് നമ്മളിപ്പോ നമ്മളെ സ്ഥലത്തേക്ക് കൃഷി സ്ഥലത്തേക്ക് പ്രവേശിക്കണ പറ്റിയല്ല പറയണേ. അതന്നെ പറഞ്ഞതേ. അപ്പൊ നിങ്ങൾക്ക് തോന്നും പോലെ കൃഷി ഇറക്കാവുന്ന ഒരു കൃഷിയിടായിട്ടാണ് നിങ്ങൾ നിങ്ങളെ ഭാര്യനെ കാണുന്നത്? അല്ല അങ്ങനല്ലല്ലോ, അങ്ങനെയാണ് അതാണ് ഖുറാനിൽ പറഞ്ഞിട്ടുള്ളത്. അല്ല നമ്മളെ പഠിച്ചത് എങ്ങനെയാണ്? നിങ്ങളിപ്പോ പറഞ്ഞത് ഒരു ഖുറാൻ വചനത്തിന്റെ പൊട്ടാണ്. അതിന്റെ ബാക്കിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. അങ്ങനെ നമുക്ക് നിങ്ങളുടെ ഭാര്യ പെൺകുട്ടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു പെൺകുട്ടീനെ കൃഷിയിടം പോലെ കണ്ട് ഇച്ഛിക്കും പോലെ പ്രവേശിക്കാം എന്ന് പറഞ്ഞിട്ട് വരുന്ന ഒരു പുതിയാപ്പിളക്ക് നിങ്ങൾ കെട്ടിച്ചു കൊടുക്കോ? ഇതാണ് എന്റെ ചോദ്യം. അങ്ങനെയല്ലല്ലോ, ആ അർത്ഥത്തിലല്ലല്ലോ. അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ആ അർത്ഥത്തിൽ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെയല്ല. നിങ്ങൾ പഠിച്ചിട്ടില്ല. അതാ പ്രശ്നം. ഖുർആനിൽ ഇപ്പൊ നിങ്ങളൊരു പൊട്ട് ഓതിയല്ലോ, ആയത്തിന്റെ ഒരു പീസ്, അതിന്റെ ബാക്കിയാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഇനി വേറൊന്നുണ്ട്. സ്ത്രീകൾ പുരുഷന്മാർ അല്ലെങ്കിൽ സ്ത്രീകളുടെ മേൽ പുരുഷന്മാർക്ക് നിയന്ത്രണാധികാരമുണ്ട് എന്നാണ്. അല്ല അതിപ്പോ നാട്ടിൽ ഇപ്പൊ നമ്മൾ നിലവിൽ കാണില്ല എല്ലാ കുടുംബത്തിലും. ഞാൻ നിങ്ങളോട് ഇസ്ലാമിക നിയമം അനുസരിച്ച് ഒരു ഒറ്റ പോയിന്റ് ചോദിക്കാം. സ്ത്രീകള്, നിങ്ങൾക്ക് ഒരു പെൺകുട്ടി ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആകെ ഒരു പെൺകുട്ടി ഉള്ളൂ സങ്കല്പിക്കാം. നിങ്ങൾ റിയാലിറ്റിയിലുള്ള കുട്ടികളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ആകെ ഒരു പെൺകുട്ടി ഉള്ളൂ വിചാരിക്കാം. നിങ്ങൾ വയസ്സായി, നിങ്ങൾ മരിക്കാൻ കിടക്കാണ്. നിങ്ങൾക്ക് നിങ്ങളെ കുട്ടീനെ ഒന്ന് കാണണം, പെൺകുട്ടീനെ. ആ ഒരു പെൺകുട്ടിയുള്ളൂ. ആ പെൺകുട്ടി വേറൊരു പുതിയാപ്പിളുടെ കീഴിലാണ്. ആ പുതിയാപ്പിളെ സംബന്ധിച്ച് ആ പെൺകുട്ടി എന്ന് പറയുന്നത് അയാളുടെ കൃഷിയിടം പോലെയാണ്. നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, അതല്ല ഇപ്പൊ കൃഷിയുടെ അല്ല ഇവിടെ പ്രധാനം. ഇവിടെ നിങ്ങൾ മരണാസന്നനായി കിടക്കാണ്. ആ പുതിയാപ്പിള ആ കുട്ടീനോട് പറയാണ് ഇജ്ജിപ്പൊ പോണ്ട. ഓക്കെ, പറയട്ടെ. അപ്പൊ ആ പെൺകുട്ടി അവിടുന്ന് ഇറങ്ങാൻ പറ്റൂല. ഇറങ്ങി വന്നാല് ആ പെൺകുട്ടി സ്വന്തം പിതാവിനെ മരണശയ്യയിൽ കിടക്കുന്ന പിതാവിനെ ശുശ്രൂഷിക്കാനോ കാണാനോ വേണ്ടി ഇറങ്ങി പോരുമ്പോൾ പോലും ഭർത്താവ് എന്തോ കാരണം കൊണ്ട് പോണ്ട എന്ന് പറഞ്ഞാൽ അതനുസരിക്കാതെ പോരേണ്ട ഒരവസ്ഥയിലേക്ക് ആ പെൺകുട്ടി എത്തിയാൽ, അങ്ങനെ പോന്നാൽ ആ യാത്രയിലുടനീളം അള്ളാഹുവിന്റെ മലക്കുകൾ ആ പെൺകുട്ടീനെ ശപിക്കാൻ, അള്ളാഹുവിന്റെ ശാപത്തിലായിട്ടാണ് നിങ്ങളെ മകൾ നിങ്ങളെ കാണാൻ വരുന്നതും തിരിച്ചു പോണതും. ഇതിലിപ്പോ ശപിക്കാനും മാത്രം എന്താ ഉള്ളത്? അല്ല അങ്ങനെ പറഞ്ഞാൽ അതിനൊരു കാരണം. അല്ലാതെ ഇപ്പൊ ഈ ദീന് പഠിച്ച് വളർന്ന ഒരാൾ ഒരിക്കലും, ഒരു ദീന് പഠിച്ച് വളർന്ന ധാർമ്മികത പഠിച്ച ഒരാൾ ഒരിക്കലും അങ്ങനെ പോകണ്ടെന്ന് പറയില്ലല്ലോ. അത് പോകണ്ടെന്ന് ഇല്ല. അങ്ങനെ ദീന് നമ്മളെ മദ്രസിലും ദർസിലും ഒക്കെ പഠിച്ച് വളർന്ന ഒരാളാണെന്നുണ്ടെങ്കില് ഈ രോഗിനെ കാണലും ശുശ്രൂഷിക്കലും ഏറ്റവും വലിയ ഒരു മിനിറ്റ്, ദീൻ അനുസരിക്കണ എല്ലാ മുസ്ലിങ്ങളും ദീനും അത്ര പെർഫെക്റ്റ് ആയിട്ട് അനുസരിക്കൊന്നുമില്ലല്ലോ. ഒരു മിനിറ്റ്, മറ്റൊരാൾക്ക് ഇപ്പൊ നിങ്ങളെ മകളെ കല്യാണം കഴിച്ച ഒരു ചങ്ങാതി ദീൻ അതേപോലെ പാലിക്കുന്നില്ല, അല്ലെങ്കിൽ അയാൾക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അയാളുടെ ഭാര്യ അയാളുടെ കൃഷിയിടമാണ്, അയാളുടെ ഭാര്യയുടെ മേൽ അയാൾക്ക് നിയന്ത്രണാധികാരമുണ്ട് എന്ന ഖുർആൻ വചനത്തെ മുറുകെ പിടിച്ചാൽ അത് നമുക്ക് തെറ്റാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. അതിന്റെ പേരിൽ നിങ്ങളുടെ മകൾ അനുഭവിക്കേണ്ട ഈ ദുരിതത്തിന് ആരാ ഉത്തരവാദി? അല്ല അങ്ങനെ അപ്പൊ ദുരിതപ്പം എല്ലാം അനുഭവിക്കുന്നുണ്ടോ കുടുംബത്തില്? ഇവിടെയൊക്കെ മുസ്ലിം കുടുംബത്തില് അതിന്റെ പേരില് ഉണ്ട്. അല്ല അങ്ങനെ നമ്മൾക്ക് ഒരു പുരുഷന് നിയന്ത്രിക്കാനും നിലക്ക് നിർത്താനും ഉള്ള ഒരു ജീവിയായിട്ടാണോ നമ്മളുടെ പോലെ? അങ്ങനല്ല, അത് അവർക്ക് നമ്മള് ബുദ്ധിപരമായിട്ട് ഇപ്പൊ പുരുഷന്റെ അത്ര ഇല്ല എന്നുള്ളൊരു ഇതല്ലേ. അപ്പൊ നാട്ടില് പൊതുവില് നമ്മളിപ്പോ എല്ലാ സ്ത്രീകൾക്ക് ഇപ്പൊ ജോലിയിലും ഖുറാനിലുള്ളൂ, വേറെ എവിടെയും പറഞ്ഞിട്ടില്ല. അല്ല നമ്മളിപ്പോ വേറെ ഏത് മതത്തിലാണെങ്കിലും ആണുങ്ങളല്ലേ കൂടുതൽ ജോലിക്ക് പോണത്, സ്ത്രീകൾ അത് അങ്ങനെ ഒരു സിസ്റ്റം ഇവിടെ ഉണ്ടാക്കിയെടുത്തതാണ് ഈ മതങ്ങൾ ചേർന്നിട്ടേ. നിങ്ങളെ മതം മാത്രല്ല എല്ലാ മതവും ചേർന്നിട്ട്. അല്ല ഞാൻ ചോദിക്കണല്ല, അപ്പൊ ഈ പുരുഷനും സ്ത്രീയൊക്കെ ഒരുപോലെ ജോലിക്കും ഇതൊക്കെ പോകുകയാണെങ്കിൽ കുടുംബത്തിന് കെട്ടുറപ്പുണ്ടാവോ? എന്താ കുടുംബത്തിന് കെട്ടുറപ്പുണ്ടായ? അതെ, അപ്പൊ സ്വന്തം ഇഷ്ടത്തിനൊക്കെ പോക്ക് തുടങ്ങൂലേ? എങ്ങോട്ട്? അതിനെന്താ കുഴപ്പം? അതാണ് പറഞ്ഞതെന്ന്. ആ സമീപനാണ് പ്രശ്നം. ഇപ്പൊ നിങ്ങളെ ഇഷ്ടത്തിനല്ലേ പുറത്തിറങ്ങി ഇറക്കണം? നിങ്ങളെ ഭാര്യന്റെ സമ്മതം മേടിച്ചിട്ടാ? അല്ല അതല്ല, തിരിച്ചാൻ അല്ല അതിനല്ല, അതാ പറഞ്ഞത്. അപ്പൊ ഒരാൾക്കൊരു ഇതിപ്പോ നമ്മളൊരു രാജാവ് മന്ത്രി എന്നുള്ള നിലക്കൊക്കെ ഒരു അധികാരം. എന്ത് അധികാരമാണ് സ്ത്രീക്ക് ഉള്ളത് പറയും? അല്ല എന്നാ നമുക്ക് കാലം വരുന്നതനുസരിച്ച് അറിയാലോ. അപ്പൊ എന്താ അതിന്റെ മാറ്റം എന്താണ് സമൂഹത്തിൽ അതിന് സംഭവിക്കാന്നുള്ളത്? എന്ത് സംഭവിക്കാനോ? അതായത് പരസ്പരം വിവാഹമോചനങ്ങൾ കൂടും, വിവാഹമോചനങ്ങൾ കൂടുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? കുട്ടികൾ അനാഥാവും. അതെന്താ പറഞ്ഞുതരാം.
അത് പേടിപ്പിച്ചിട്ട് നിങ്ങൾ സ്ത്രീകളെ മാത്രം ഒതുക്കി നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. സ്ത്രീകളെ തിരിച്ച് ബഹുമാനിക്കേണ്ടി വരും. നമ്മളെപ്പോലെ തന്നെ അവരെ പരിഗണിക്കേണ്ടി വരും. നമ്മളെപ്പോലുള്ള വ്യക്തിത്വമായിട്ട് അവരെ അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും. അതിന് തയ്യാറാവാത്ത കുടുംബങ്ങളിൽ നിന്ന് പെൺകുട്ടികളും മാറിപ്പോകും. ബഹുമാനിക്കാത്ത ഭർത്താവിന്റെ കൂടെ ജീവിക്കേണ്ടെന്ന് അവർ തീരുമാനിക്കും. അല്ല, അതാ പറഞ്ഞ അങ്ങനെയൊക്കെ ഒരു പിന്നെ ഇത് ഒരു വിഷയങ്ങൾ വരും. വിഷയങ്ങൾ വരും. അത് വരണം. അപ്പൊ അതിനെന്താ പരിഹാരം? അതിന് പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭാര്യ എന്ന് പറയുന്നത് നമ്മൾ പാർട്ട്ണർ ആയിട്ടാണ്, ലൈഫ് പാർട്ട്ണർ ആയിട്ടാണ് കാണേണ്ടത്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ബിസിനസ് പാർട്ട്ണർ ഉണ്ട്, നിങ്ങളൊരു ബിസിനസ് നടത്താണ്, നിങ്ങൾക്ക് അതിനകത്ത് ബിസിനസ് പാർട്ട്ണർ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ രണ്ടാളും ചെയ്യണ ജോലികൾ ചിലപ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. പക്ഷെ അവിടെ ഒരാൾക്ക് ഒരാളുടെ മേലെ നിയന്ത്രണാധികാരം ഉണ്ടാവുമോ? ഇല്ലല്ല, അങ്ങനെ ഉണ്ടാവില്ല. അതേപോലെ കണ്ടാൽ മതി ഈ ഫാമിലിനെയും. വരുമ്പോ അറിയാം എന്തായിരിക്കും അതിന്റെ എന്നുള്ളത്. ഇല്ലെങ്കിൽ നമുക്കറിയാം. അതല്ല അത് പോട്ടെ. ഉത്തമയായ സ്ത്രീകൾ, ഞാൻ പറയട്ടെ, ഉത്തമയായ സ്ത്രീകൾ ഭർത്താവിനെ അനുസരിക്കുന്നവളാണെന്നാ പറഞ്ഞേ. അനുസരിക്കല് ഒരു ഇതല്ലേ, ഒരു ബുദ്ധിപരമായിട്ടും ഒക്കെ കഴിവുള്ളവരെ കൂടുതൽ വ്യത്യാസം പിന്നെ പുരുഷനായതുകൊണ്ട്. എന്തിന്റെ തെളിവിൽ നിങ്ങൾ പറയണ സ്ത്രീ പുരുഷന്മാർക്ക് ബുദ്ധി കൂടുതൽ? നമ്മുടെ നാട്ടിലിപ്പോ ഞാൻ പറയണത് എന്തിന്റെ ബേസ്? ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകൾക്ക് ബുദ്ധി കുറവാണെന്ന്. അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളെ നാട്ടു നടപ്പാണ് പറയാനേ. അല്ല, അത് നമ്മളെ നാട്ടിൽ മാറിയില്ല എന്നുള്ളതാണല്ലോ. ഈ 1400 വർഷമായിട്ടും മാറിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവായിട്ടാ. നിങ്ങൾക്ക് പെൺകുട്ടികളുണ്ടോ? അല്ല, എനിക്ക് ചെറുതാണ്. ഒരു വലുതാവുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവും പെൺകുട്ടികൾക്ക് ബുദ്ധി ഉണ്ടോ ഇല്ലേ. അത് ഞാൻ അത് പോട്ടെ. അതല്ല ഞാൻ മെയിൻ ആയിട്ട് പറയാൻ വിചാരിച്ചതല്ലേ, നമ്മള് പ്രവാചകന്റെ കാര്യത്തില് നമ്മൾ ഇത്രയും ജനങ്ങൾ, കോടിക്കണക്കിന് ജനങ്ങള് പിന്നെ ഇത്രയും ബഹുമാനിക്കണ ഒരു പ്രവാചകനെ പറ്റിയൊക്കെ പറയുമ്പോ അത് നമുക്ക് മണ്ടത്തരം എഴുതി വെച്ച പ്രവാചകനെ നിങ്ങൾ അല്ല, ഈ കൊള്ളക്കാരനാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോ നടത്തിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? എങ്ങനെ കൊള്ള നടത്തുന്നത് ഞാൻ ചോദിക്കണല്ല. മനുഷ്യന്മാരെ പോയി ആക്രമിച്ചിട്ടേ പോലെ. അതല്ല, അപ്പൊ ഞാൻ ചോദിച്ചല്ല, ഇന്ത്യ ഈ ഗാർഗില് ഇപ്പൊ യുദ്ധം നടക്കുമ്പോ അതൊരു കൊള്ളാന്ന് പറയോ? അതൊരു കൊള്ളാന്ന് പറയില്ല. കൊള്ള നടന്നതിന് കൊള്ളാന്ന് തന്നെ പറയും. അപ്പൊ ഇത് യുദ്ധല്ലേ നടന്ന ഗ്രന്ഥങ്ങളിലൊക്കെ അതൊരു യുദ്ധം എഴുതി വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ നിങ്ങളെ വീട്ടില് താമസിക്കുന്ന നിങ്ങളൊരു കുടുംബമായിട്ട്, നിങ്ങൾ കുറെ കുടുംബങ്ങൾ ഒരുമിച്ച് താമസിക്കണ്ടായിരിക്കും. നിങ്ങളൊരു വീട്ടുപേര് വെച്ചിട്ടൊരു വലിയ കാരണന്മാരായിട്ട്. അപ്പൊ ഒരു പ്രദേശം അങ്ങനത്തെ കുളമ്പുകളൊക്കെ ഉണ്ടല്ലോ, കോളനികളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലത്ത് വന്നിട്ട് വേറൊരു വിഭാഗത്തിന്റെ ആൾക്കാർ വന്നിട്ട് ആക്രമിച്ച് അവിടുത്തെ പെൺകുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ പിടിച്ചോണ്ടുപോയി, ആണുങ്ങളെയൊക്കെ കൊന്നു, ഓലെ വീട്ടിലുള്ള സമ്പത്തൊക്കെ പിടിച്ചെടുത്തിട്ട് ഏതെങ്കിലും ഒരു കഥ പറയാം. അങ്ങനെ കഥകളുണ്ട്. ഏതെങ്കിലും ഒരു യുദ്ധത്തിന്റെ ഏതെങ്കിലും ഒരു ഗോത്രത്തിന്റെ അങ്ങനെ പറയാണ്ടോ? ഇപ്പൊ പബ്ലിക്കായിട്ട് ഇപ്പൊ അങ്ങനെ ഒന്നും പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? നമുക്ക് ഒരു ഇന്നൊരു ഗോത്രത്തിനോട് അങ്ങനെ ചെയ്തു, അവരെന്തെങ്കിലും അപ്പൊ തിരിച്ച് ആദ്യം ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നൊക്കെ അപ്പോഴല്ലേ നമുക്ക് പരിശോധിക്കാൻ പറ്റുള്ളൂ. തിരിച്ച് ചെയ്തിട്ടില്ലാത്ത നിരവധിയായിട്ടുള്ള ഗോത്രങ്ങളെ ഒരു സംഭവം പറയുന്നത് അധികം പേരുകൾ പറഞ്ഞുതരാം, ഞങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളി. അതിൽ ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അക്രമങ്ങളായിരിക്കും. ചിലതൊക്കെ ഏകപക്ഷീയമായിട്ടുള്ള അക്രമമായിരിക്കും. ഞാൻ കുറച്ച് അധികം പേരുകൾ പറഞ്ഞുതരാം. നോക്കട്ടെ, എടുത്തു വായിക്കട്ടെ. ബനു മുസ്തലഖ് ഒന്നാണ്. അതൊക്കെ എന്താണ്? ബനു മുസ്തലഖ് അങ്ങനത്തെ സംഭവമാണ്. അതെ, ബനു മുസ്തലഖ് അതേപോലെ വെറുതെ പോയിട്ടാണ് ആക്രമിച്ചിട്ടുണ്ട്, എടുത്തോണ്ട് പോര് തന്നെയാണ്. അങ്ങനല്ല ഞാൻ പറഞ്ഞേ. അത് എന്തെടുത്തു പോന്ന അവര് യുദ്ധത്തിൽ ഉപയോഗിച്ച എന്ത് അക്രമത്തിന്റെ പേരിലാണ് നിങ്ങൾ പിന്നെ പറക്കമുറ്റാത്ത പെൺകുട്ടികളെയും സ്ത്രീകളെയൊക്കെ പിടിച്ചോണ്ട് വന്നിട്ട് ഓരിച്ചു കൊടുക്കുന്നത്? അല്ല, അങ്ങനെ ഉണ്ടോ? വാള് പരിചയം അങ്ങനെയൊക്കെ പെൺകുട്ടികളെ, സ്ത്രീകളെ, കുട്ടികളെയും പിടിച്ചോണ്ടുവന്നത് അതെന്നാ പരിശോധിക്കണം. അത് പരിശോധിക്കണം, നിങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കണം. അങ്ങനെയല്ല ഞാൻ അതല്ല ഞാൻ പറയുമ്പോ ഇന്ത്യ ഇപ്പൊ രാജ്യം രൂപീകരിച്ച സമയത്ത് ഹൈദരാബാദ് അതുപോലെ തിരുവിതാംകൂർ ഒക്കെ ഇടഞ്ഞു നിന്ന്. അപ്പൊ അവരെന്ത് അവരെ ഇഷ്ടത്തിന് പോകാനും പറ്റില്ലല്ലോ. അവരെതിൽ ബലം പ്രയോഗിച്ച് ചേർക്കണ്ടേ? അവരെ ഇന്ത്യ രാജ്യത്തിലേക്ക് ചേർക്കേണ്ടി വന്നു. ബലപ്രയോഗത്തിലും ഭീഷണിയിലും ഒക്കെ ചേർക്കേണ്ടി വന്ന്. ഒറ്റക്ക് പോകാൻ ആരെയും അനുവദിച്ചില്ല. അപ്പൊ ഒരു അറബിലൊരു രാജ്യം രൂപീകരിക്കുമ്പോ, അറേബ്യയിൽ അന്ന് വരെ ഇല്ലാത്ത ഒരു രാജ്യം രൂപീകരിക്കുമ്പോ പിന്നെ അവരൊക്കെ അതിൽ ചേർക്കണ്ടേ ഓരോ വിഭാഗത്തിനും. അപ്പൊ ഇടഞ്ഞു നിന്നാൽ എങ്ങനെയാ ചേർക്കുക? അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഓരോ നടപടികളായിരിക്കും ഞാൻ പറയണത്. എന്ത് നടപടി? അറേബ്യയിൽ അത് വരെ ഒരു രാജ്യം ഇല്ലല്ലോ, ഉണ്ടോ? അപ്പൊ നബി ഒരു
ഒരു ഒരു ഇസ്ലാമിന്റെ ചട്ടക്കൂടിൽ ഒരു രാജ്യം അവിടെ രൂപീകരിച്ചപ്പോ എല്ലാ ഗോത്രങ്ങളെയും അതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ പിന്നെ നടപടികൾ എടുത്തിട്ടുണ്ടാവും. അപ്പൊ യുദ്ധത്തിൽ അതിന് കുഴപ്പമില്ല. അതാണ് അവിടെ നടന്നതെന്ന് പറഞ്ഞോളി, അതിന് കുഴപ്പമില്ല. അതായത് മുഹമ്മദ് നബി അവിടെ ഒരു രാജ്യം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അപ്പൊ അവിടെ മുഹമ്മദ് നബി ഒരു സൈന്യത്തെ സജ്ജീകരിച്ചു. എന്നിട്ട് പിന്നെ എന്താ പറയാ, അവിടെ അതിന് തയ്യാറാവുന്ന ആളുകളുടെ ഒരു സംഘം ഉണ്ടാക്കി തയ്യാറാവാത്തവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അത് നിങ്ങൾ പറഞ്ഞോളി. അങ്ങനെയാണ് നടന്നിട്ടുള്ളത്. അത് തന്നെയാണ് എന്റെയും വാദം. അതിന്റെ ഭാഗമായിട്ട് അതിന് തയ്യാറാവാത്ത, മുഹമ്മദിന്റെ രാജ്യത്തിന്റെ ഭാഗമാവാൻ തയ്യാറാവാത്ത മനുഷ്യരെ ആക്രമിച്ചിട്ട് അവരുടെ കുട്ടികളെയും സ്ത്രീകളെയും ആ ആക്രമി സംഘത്തിന് വീതം വെച്ചു. എന്ത് യുദ്ധം? ഇല്ല. എന്ത് യുദ്ധം പരിശോധിക്കുക തന്നെ വേണം. സംഭവമല്ല, 90 സംഭവങ്ങൾ അടുത്താണ്, 90-നടുത്ത് സംഭവങ്ങളാണ് ഈ തരത്തിൽ എഴുതി വെക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ പരിശോധിക്കാം. ഞമ്മക്ക് പറഞ്ഞത് ഈ ഉസ്താദുമാര് പഠിപ്പിച്ചതും വയല് കേട്ടിട്ടുള്ള അറിവുള്ളൂ. അപ്പൊ അത് വെച്ച് ഞമ്മക്കിപ്പോ ഉസ്താദുമാര് പഠിപ്പിച്ചത് എന്നത് വയല് കേട്ടിട്ടൊക്കെ ഉള്ള പള്ളിക്കല് വയല് കേട്ടിട്ടും പിന്നെ ആ ഒരു ഇസ്ലാമിനെ പറ്റി അല്ല. പുസ്തകം ഇപ്പൊ നമ്മളെല്ലാവരും എടുത്ത് വായിക്കണില്ലല്ലോ, നമ്മളെ ജോലി തിരക്ക് നമ്മൾ ആ രീതിയിൽ പോവാണ്. അപ്പോ നിങ്ങൾ പറഞ്ഞത് ഏത് ഗ്രന്ഥത്തിലാണ് അപ്പൊ അത് ഉള്ളത്? ഇസ്ലാമിന്റെ ഗ്രന്ഥത്തിലോ വിമർശകർ എഴുതിയ ഗ്രന്ഥത്തിലോ ഏത് ഗ്രന്ഥത്തിലാണ് ഇപ്പൊ ഈ പെണ്ണുങ്ങളെയും കുട്ടികളെയൊക്കെ പിടിച്ചെടുത്തത് എന്നൊക്കെ ഉള്ളത്? ഏത് ഗ്രന്ഥത്തിലാണ്? എല്ലാ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലും ഉണ്ട്. നിങ്ങൾക്ക് ഞാൻ വായിക്കാൻ എളുപ്പത്തിന് ചെറിയ പുസ്തകം പറഞ്ഞുതരാം. നൂറുൽ യഖീൻ എന്ന് പറയുന്ന ഒരു പ്രവാചക ചരിത്രമുണ്ട്. അത് ഇസ്ലാമിന്റെ ആളുകളെ എഴുതിയതാണ്, അത് വിമർശകരെ എഴുതിയല്ലേ? അല്ല, വിമർശകരെ എഴുതിയതല്ല. ഞാൻ വിമർശകരെ എഴുതിയ പുസ്തകം വായിക്കാറില്ല. അതില് ഈ ഇസ്ലാമിന്റെ ഈ ഗ്രന്ഥത്തിലെ സ്ത്രീകളെയും കുട്ടികളെയും പിടിച്ചു കൊണ്ടുപോയി എന്നൊക്കെ ഉണ്ടോ? ഉണ്ട്. നിങ്ങൾ വായിച്ചോളൂ. അതെങ്ങനെ ഒരു പ്രവാചകൻ ഈ ലോകത്തിന്? ഞാൻ പുസ്തകത്തിന്റെ ഡീറ്റെയിൽ പറഞ്ഞുതരാം. കോഴിക്കോട് എജുമാർട്ട് ഉണ്ട്, അവിടെ ഈ പുസ്തകം കിട്ടും. ഞാൻ അവിടുന്ന് വാങ്ങിയത്. മലപ്പുറത്തുണ്ടാവും, തിരൂരങ്ങാടി ബുക്ക് സ്റ്റാളാണ് ഇത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. ഇത് പരമ്പരാഗതമായിട്ട് സുന്നി പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യുന്ന ഒരു പ്രസാധകരാണ്. നൂറുൽ യഖീൻ എന്നാണ് ഇതിന്റെ പുസ്തകത്തിന്റെ പേര്. മുഹമ്മദ് ഖുദ്രി ബേഗ് ആണ് ഇത് എഴുതിയിട്ടുള്ളത്. KVM പന്താവൂരാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. മലയാളത്തിലേക്ക് പല. അപ്പൊ നിങ്ങൾക്ക് അറബിയിലോ ഉറുദുലോ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അഷ്റഫി ബുക്ക് സെന്റർ തിരൂരങ്ങാടി ആണ് ഇത് പ്രിന്റ് ചെയ്തിട്ടുള്ളത്. തിരൂരങ്ങാടി ബുക്സ് ആണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ. ആ ഗ്രന്ഥത്തില് മുഹമ്മദ് നബി കൊള്ള നടത്തി സ്ത്രീകളെയും കുട്ടികളെയൊക്കെ പിടിച്ചു കൊടുന്ന് വീതം വെച്ചു എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഞങ്ങൾ പറയുന്നത്. ഈ ലോകം സൃഷ്ടിക്കാൻ തന്നെ കാരണഭൂതനായ ഒരു നബി എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിന്? അതാ പറയണത്. ഒരു ദൈവത്തിന് വേണമെന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന് വേണമെന്നുണ്ടെങ്കിൽ എന്തും നൽകാം. കാരണം സ്വന്തം പ്രവാചകനെ, അത്രയും ഒരു അവസാനത്തെ പ്രവാചകനെ അയച്ചിട്ട് അതിന് കൊള്ള നടത്തി എന്നുള്ള ലെവലിലേക്ക് എങ്ങനെ ഒരു ഇസ്ലാമിക ഗ്രന്ഥത്തിൽ ഉണ്ടാകുക? അങ്ങനെയാണെങ്കിൽ അത് അവര് മണ്ടന്മാരാണ് അത് എഴുതിയ ഈ പണ്ഡിതന്മാരൊക്കെ എന്നുള്ള ഞാൻ ചോദിക്കില്ല. അന്ന് അത് വലിയ സംഭവമായിട്ട് എഴുതി വെച്ചതാണ്. വീരപുരുഷൻ വീരപരിവേഷത്തിലാണ് എഴുതി വെച്ചിരുന്നത്. ഇസ്ലാമിന് വേണ്ടി കീഴ്പ്പെടുത്തുകയാണല്ലോ. അതിപ്പോ ഈ അടുത്ത കാലത്ത് ഉണ്ടായ ഒരു അനുഭവം എന്താ വെച്ചാല്, ഞാൻ ഒരു സംവാദം എന്ന് പറഞ്ഞിട്ട് ഒരു ഉടായ്പ പരിപാടി സംഘടിപ്പിച്ചപ്പോ നമ്മളെ പേരും വെച്ച് സംവാദം ഒന്നും നമ്മൾ അറിയും പോലും ചെയ്യാതെ നമ്മളൊരു സംവാദം നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് നുണ പറഞ്ഞൊരു പരിപാടി സംഘടിപ്പിച്ചപ്പം അവിടെ കയറി ചെന്ന് നമ്മൾ ചോദിച്ചു, ഇത് എന്ത് സംവാദമാണ്? സംവാദം നടക്കുമ്പോ നമ്മൾ അറിയണല്ലോ, എന്നോട് പറയണ്ടേ, എന്നോട് ചർച്ച ചെയ്യണ്ടേ? അപ്പൊ അതൊന്നും ഇല്ലാതെ എന്റെ പേര് അത് ചെന്ന് ചോദിച്ചപ്പോ അവിടുന്ന് അവസാനം തെറി വിളിക്കാൻ വേണ്ടി ഒരു ചങ്ങായിനെ ഇറക്കുമതി ചെയ്തു. തെറി വിളിച്ചല്ലോ, സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞപ്പോ പറ്റില്ല പോയതല്ലേ? അല്ല, സംവാദത്തിന് ഇപ്പൊ നിങ്ങളും ഞാനും സംവാദം നടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ പോസ്റ്റർ ഇട്ടിട്ട് ഞാൻ പരിപാടി നടത്തി നിങ്ങൾക്ക് ഒരു കസേര ഉണ്ടാക്കി വെക്കില്ല, താങ്കളെ വെയിറ്റ് ചെയ്യണു നാടകം കളിക്കുക ചെയ്യാം അല്ലല്ലോ. സംവാദം തീരുമാനിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങളെ വിളിക്കണം. സംവാദത്തിന് നിങ്ങൾക്ക് സൗകര്യമുള്ള ഡേറ്റ് തീരുമാനിക്കണം. ഓൾറെഡി നിങ്ങൾ എന്നോട് ഡേറ്റ് സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഡേറ്റ് തന്നെ ഒന്ന് കൺഫേം ആക്കണം അല്ലേ? അങ്ങനെ കലാപരിപാടി ഉണ്ടല്ലോ, അതൊക്കെ അല്ലേ അതിന്റെ ഒരു മര്യാദ. അതല്ല ഏതായാലും ഇത് നിങ്ങൾ പറഞ്ഞത് എനിക്ക് ഭയങ്കര തന്നെയാണ്. ഞാനും ആകെ വീണ്ടും ഇതിന്റെ എന്താ രസം എന്ന് വെച്ചാലേ, ഇതിനൊക്കെ മുന്നിൽ അവര് നമ്മളോട് യുദ്ധത്തിന് ഒരുങ്ങുന്നതായിട്ട് നബിക്ക് വിവരം കിട്ടിയെന്നുള്ള ഒരു സെന്റൻസ് ഉണ്ടാവും. മനസ്സിലായോ? അതുകൊണ്ട് ന്യായീകരിക്കാം. യുദ്ധത്തിന് ഒരുങ്ങിയതായിട്ടോ യുദ്ധം നടക്കുന്നതായിട്ടോ അവർ ആക്രമിക്കുന്നതായിട്ടോ ഒന്നുമില്ല. ഞാൻ ചോദിക്കും, പിന്നെ നമ്മളിപ്പോ പഠിച്ചിട്ടുള്ള ഈ അനാഥരാവും, യുദ്ധത്തിൽ അനാഥരാകുമ്പോ മുഹമ്മദ് നബി അവരെ സംരക്ഷിച്ച്
പിന്നെ ഇപ്പൊ അതുകൊണ്ടാണ് കൂടുതൽ കല്യാണമൊക്കെ കഴിക്കേണ്ടി വന്നത്. ഈ അനാഥരായ സ്ത്രീകളെ സംരക്ഷിക്കേണ്ട ആവശ്യം വന്ന് യുദ്ധത്തിലൊക്കെ, യുദ്ധം നടക്കുമ്പോഴേ. അതുകൊണ്ടാണ് ഇപ്പൊ ഈ കൂടുതൽ കല്യാണം കഴിക്കേണ്ടി വന്നത് എന്നൊക്കെയാണ് നമ്മള് പഠിച്ചിട്ടുള്ളത്. അങ്ങനെയൊന്നുമല്ല. മുഹമ്മദ് നബിയെ ആക്രമിക്കാൻ വേണ്ടി സൈന്യ സജ്ജീകരണം നടത്തി വന്ന 2 സംഭവങ്ങൾ ചരിത്രത്തിലുള്ളൂ. അതേതാണ്? അത് ഒന്ന് ഉഹദാണ്. അല്ല ഊത് നമുക്കറിയാം, ഊതും ബദറും നമുക്കറിയാം. ഒന്ന് ഉഹദാണ്, ഒന്ന് ഖന്തക്കാണ്. മനസ്സിലായോ? ഈ ഉഹദ് ബദറിന്റെ മറുപടിയാണ്. മനസ്സിലായോ? ഇതേപോലെയുള്ള കുറെ സൈന്യങ്ങളോ കുറെ മനുഷ്യർ, അതായത് ഞാൻ പറഞ്ഞുതരാം. മക്കയിൽ നിന്ന് മദീനയിൽ ചെന്നതിന് ശേഷം പരമാവധി ആൾക്കാരെ, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടത്തിന് പോകുന്ന ആൾക്കാരെ, ഒറ്റക്കും തെറ്റക്കും താമസിക്കുന്ന പിന്നെ ഗോത്രങ്ങള്, ഇവരെയൊക്കെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക. നബീനെ ആക്രമിക്കാൻ വേണ്ടി ഇപ്പോ വന്ന് ബദറിൽ വെച്ച് അല്ല അങ്ങനെയാണ് ഇപ്പൊ ബദറില് അവർക്ക് ഒന്നും കിട്ടിയിട്ടില്ലല്ലോ. ഈ വാളും ഇതൊക്കെ അല്ല ഇപ്പൊ എടുത്തിട്ടോന്ന് അറിയിപ്പോ ഈ ഗനീമത്ത് നിങ്ങൾ പറഞ്ഞ മാതിരി. അവിടെ എന്താണ് കിട്ടിയത് ബദറില്? അവരെ ആക്രമിക്കേണ്ട കാര്യം ഉണ്ടായിട്ടില്ലല്ലോ. അവര് പിന്നെ യുദ്ധത്തിന് വന്നല്ലേ. എന്നാ അങ്ങനെയാണെങ്കിൽ നബി തിരിഞ്ഞു പോരണ്ടേ? അവർക്ക് കൊള്ളടിക്കാനല്ലേ ഇഷ്ടച്ചില്ല, അങ്ങനെ പോന്നിട്ടില്ലല്ലോ. ഉണ്ട്. വെറുതെ പോയിട്ട് കടന്നുറങ്ങണ ഗോത്രങ്ങളെ വരെ ആക്രമിച്ചിട്ട്. അങ്ങനെ ഒരു ഗോത്രം, ഏതൊരു ഗോത്രത്തിന്റെ പേര്? കടന്നുറങ്ങണ ഗോത്രത്തിൽ കുറെ പേരുകൾ ഇങ്ങനെ ഒരേപോലത്തെ പേരുകളാണ് ഓർമ്മയില്. അല്ല, യുദ്ധം ചെയ്യാതെ കൊള്ളടിച്ചു പോന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു അങ്ങനെയൊക്കെ സംഭവം ഉണ്ടെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞ് പരിശോധിക്കണം. ഉണ്ട്. ഒക്കെ ഈ ബനു പറഞ്ഞ കുറെ ഉണ്ട്. ബനു മുസ്തലഖ് അതിലത്തെ ഒന്നാണ്. അത് യുദ്ധത്തിന് ഒരുങ്ങുന്നു എന്നുള്ള ആക്ഷേപമൊക്കെയാണുള്ളത്. അതാണ് ചിലപ്പോ എന്തെങ്കിലും അവർക്ക് രാജ്യത്ത് ചേരാൻ വിസമ്മതിച്ചുകൊണ്ട് അങ്ങനെ ഒരു നിങ്ങളൊരു രാജ്യം ഉണ്ടാക്കി, നിങ്ങളൊരു പാർട്ടി ഉണ്ടാക്കി, ആ പാർട്ടിയിൽ ചേരാൻ തയ്യാറില്ലാത്തവരെ ആക്രമിക്കാന്നൊക്കെ പറഞ്ഞാൽ അതെന്താ? അതുപോലെ പിന്നെ ഈ അടിമ കച്ചവടത്തിന്റെ ഈ കാര്യം എന്ന് പറഞ്ഞത്, ഇവര് ഈ അനാഥരായത് കൊണ്ട് ഇനിയിപ്പോ അങ്ങനല്ലാതെ ഇത് കച്ചവടം എന്നുള്ള രീതിയിൽ ഇപ്പോ എന്തെങ്കിലും അതിൽ തെളിവുണ്ടോ? ട്രേഡ് നടത്തിയിട്ടുണ്ട്. അത് ഖുർആനില് തെളിവുണ്ടോ? ഖുർആനിലെ നിസ്കാരത്തിന് തെളിവുണ്ടോ ചോദിച്ചപ്പോ എന്താ പറയുന്നത്? അതല്ല ഞാൻ പറയുന്നത്, സൗദി അറേബ്യയില് 1960 വരെ ഉണ്ട് ഇപ്പൊ നിങ്ങളൊരു വീഡിയോയിൽ പറഞ്ഞു കേട്ട്. അന്നൊക്കെ ഇപ്പൊ ഗൾഫിക്ക് പോലെ തുടങ്ങിയ ആ സമയം അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ അവര് കാണൂല. എന്താണ് അതിന് എന്ത് തെളിവാണ്? 1920കളിലൊക്കെ പരസ്യമായ അടിമ ചന്തകള് സന്ദർശിച്ച ഒരു ഇന്ത്യൻ മുസ്ലിമിന്റെ യാത്രാ വിവരണം എന്റെ കയ്യിലുണ്ട്. അപ്പൊ അന്ന് നോമ്പ് കാലത്ത്, അതായത് പിന്നെ ഹജ്ജിന് മുൻപ് നോമ്പ് കാലത്ത് അവിടെ ചെന്ന സമയത്തെ, നോമ്പായതുകൊണ്ട് പകൽ അടിമക്കച്ചകൾ ഈ ദേഹപരിശോധന ഒന്നും നടക്കുന്നുണ്ടായില്ല എന്നാ പറഞ്ഞു. നോമ്പില്ലാത്ത സമയത്താണെങ്കിൽ അതൊക്കെ കാണാം. അല്ല അത് എബ്രാഹിം ലിങ്കണൊക്കെ ശേഷല്ലേ? എബ്രാഹിം ലിങ്കണ് അപ്പോ ലോകത്തെ അടിമത്തം, ഇന്ത്യയിലൊക്കെ അടിമത്തം നിരോധിച്ചതിന് ശേഷം. ചിലപ്പോ ഇല്ലീഗലായിട്ടുള്ള, ലീഗലായിട്ട് എന്താക്കാം, കഅബയ്ക്ക് ചുറ്റും നമ്മൾ ഈ പൂരപ്പറമ്പിലൊക്കെ പോകുമ്പോ നമ്മള് പിന്നെ ആലുവക്കട തുറന്നു വെക്കൂലേ, അതേപോലെ. അല്ല അന്നപ്പോ ഞാൻ ശരിക്കും ചിലപ്പോ അവിടെ ഒരു ഭരണം ഉണ്ടായിരുന്നോ അങ്ങനത്തെ ചെറിയൊരു പിന്നെ അല്ല ചിലപ്പോ നിങ്ങളുടെ ഈ ആശങ്കകളൊക്കെയാണ് എന്നെയും ഇത് പഠിക്കാൻ പ്രേരിപ്പിച്ചത്. അല്ല ഏതായാലും നിങ്ങൾ പറഞ്ഞ കിതാബ് എന്റെ ആ പേര് ഒന്നുകൂടി പറയാം, അതൊന്നുകൂടി നോക്കട്ടെ. ഞാൻ എന്നിട്ട് പിന്നെ വിളിക്കാം. ഏത് നിങ്ങളാ പറഞ്ഞ കിതാബിന്റെ പേരാണ്? ഏത് വാങ്ങാൻ കിട്ടുന്ന പറഞ്ഞില്ല? ചെറിയ ചരിത്രമാണ് കേട്ടോ, പ്രവാചക ചരിത്രം, നൂറുൽ യഖീൻ. ആ മുസ്ലിം പണ്ഡിതന്മാരെ എഴുതിയത് എഴുതി മുസ്ലിങ്ങൾ. ഞാൻ വിമർശകരുടെ ഒരു പുസ്തകം വായിക്കാറില്ല. അല്ല ഞാൻ ചോദിക്കണല്ലേ, ഇതൊക്കെ ഇത്രയും പണ്ഡിതന്മാര് നമ്മളെ നാട്ടിലുണ്ട്, ഇത്രയും പഠിച്ച, അവരൊന്നും ഇതൊന്നും കാണുന്നില്ല, അപ്പൊ അവരൊന്നും അറിയുന്നില്ലേ ഈ കാര്യങ്ങളൊക്കെ? അവരെന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല എന്നാ ഞാൻ ചോദിക്കണേ. അത് മറച്ചു വെക്കും, ന്യായീകരിക്കുമല്ലേ, അല്ലാതെ എന്ത് ചെയ്യാ? ഇപ്പൊ അടിമത്തം ഇസ്ലാമിലുണ്ട്, ഹലാലാണെന്ന് പറയുമ്പോൾ അടിമത്തത്തിൽ ഒരു പ്രശ്നവുമില്ല, അടിമത്തം നല്ലൊരു വ്യവസ്ഥിതിയാണെന്നാണ് അവർ പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അടിമത്തം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യന്റെ കീഴിൽ നല്ല വ്യവസ്ഥിതിയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, ഒരിക്കലും അത് അംഗീകരിക്കാൻ നമുക്ക് പറ്റില്ല. നമ്മളെ നാട്ടിലെ മൂല്യന്മാര് പറയാ, ഇസ്ലാമിലത്തെ അടിമത്തം എന്ന് പറഞ്ഞാല്, അതായത് ഇസ്ലാമിലത്തെ റേഷൻ കടീത്തെ അരി പോലെ അല്ല, നമ്മൾ പലർക്ക് വേണ്ടിയിട്ട് അരി എന്നാണ് പറയുന്നത്. അരിയൊക്കെ ഒന്ന് തന്നെയല്ലേ? ഏതായാലും ഞാൻ ഇന്നാലെ ഒന്ന് നോക്കട്ടെ, ഉസ്താദ്മാരോടൊക്കെ ചോദിച്ചോക്കട്ടെ, അവര് നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങൾ അറിഞ്ഞിട്ട് ചോദിക്കണം. അറിയാതെ ചോദിച്ചാൽ ഉസ്താദ്മാരെ പറ്റിക്കും, കാരണം എനിക്ക് പറ്റിയിട്ടുണ്ട്. അല്ല നിങ്ങൾ ഇത്രയും പഠിപ്പിച്ച് നമ്മൾ ഇത്രയും വർഷം നമ്മളെ പഠിപ്പിച്ചത് ഇങ്ങനത്തെ കാര്യങ്ങളാണോ അല്ലേ എന്നുള്ളത് നമ്മൾ അവരോട് പഠിപ്പിച്ചില്ല. ഇതൊക്കെ നൈസായിട്ട് മറച്ചു വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് ഒരു സംഭവം കൂടി പറഞ്ഞുതരാം. നമ്മളെ കൽബ് കുൽബാവുന്ന ഒരു സാധനം പറഞ്ഞുതരാം. മുഹമ്മദ് നബി പിന്നെ നമ്മള് പഠിച്ചിട്ടില്ലേ, മുഹമ്മദ് നബി നിസ്കരിക്കുമ്പോ ഒട്ടകത്തിന്റെ കൊടൽമാല കഴുത്തിലിട്ടു,
അപ്പൊ ആ ശത്രുവിനോട് മുഹമ്മദ് നബി ക്ഷമിച്ചു എന്നൊക്കെ. അതിപ്പോ തായിഫിന്ന് കല്ലെറിഞ്ഞ് പിന്നെ അപ്പൊ എന്നിട്ട് ആ ഒട്ടകത്തിന്റെ കുടൽമാല കഴുത്തിലിട്ടു എന്ന ആക്ഷേപമുള്ള ആളുടെ പേര് ഉക്കബ ഇബ്നു അബി മുഅയ്ത്ത് എന്നാണ്. അയാൾക്ക് പിന്നെ എന്താ സംഭവിച്ചു എന്ന് നമ്മൾ മദർസയിൽ പഠിക്കണ്ടോ? ഇല്ലല്ല. അയാളെ ബദറിന്ന് പിടിച്ചു കൊന്നു. യുദ്ധത്തിൽ കൊല്ലപ്പെട്ടല്ല. അല്ലല്ല, യുദ്ധം കഴിഞ്ഞ് ബന്ദികളായിട്ട് കുറെ പേരെ പിടിച്ചു. ആ പിടിച്ച കൂട്ടത്തില് ആ ബന്ദികൾ എന്താ ചെയ്യേണ്ടതെന്ന് പഠിച്ചോന്റെ തീരുമാനം വരുന്നതിന്റെ മുമ്പ് തന്നെ ഓലെ രണ്ടാളെയും കൊന്നോളാൻ പറഞ്ഞു. അത് എങ്ങനെ അത് ഉസ്താദ്മാർക്ക് അറിയാം. അത് ഉസ്താദ്മാർക്ക് അറിയാം. ഇവിടെ പോപ്പുലർ ഫണ്ടുകാർ രഹസ്യമായിട്ട് ദഅവത്ത് നടത്തിയപ്പം ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓലാണ് എനിക്ക് പറഞ്ഞു തന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഈ അക്രമത്തിന്റെ പാതയിലേക്ക് എന്തിനാ പോകുന്നത്? നിങ്ങൾ എന്തിനാണ് ഈ ആയുധ പരിശീലനം പോലുള്ള പരിപാടികളൊക്കെ പ്ലാൻ ചെയ്യുന്നത്? അപ്പൊ എന്നോട് പറഞ്ഞു, അത് ക്ഷമിച്ച മുഹമ്മദ് നബിനെ എനിക്ക് പഠിച്ചിട്ടുള്ളൂ. ആ ക്ഷമിച്ച ആളെ ബദറിൽ പിടിച്ചു കെട്ടിയിട്ട് എന്താ ചെയ്തതെന്ന് കിതാബിലുണ്ട്, ഇതൊന്ന് വായിച്ചു നോക്കണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ ഭാഗം പറഞ്ഞു തന്നു. അത് എവിടുന്ന്? സഹീഹ് ബുഖാരിന്ന്. അപ്പം ബുഖാരിയിലുണ്ട്. ഉസ്താദ്മാര് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അതാണ് അപ്പൊ ഈ പുതിയ തന്നെ ഇപ്പൊ ഈ പ്രശ്നങ്ങൾ ഇതിൽ ഈ മതത്തിൽ വരുന്നതിന് ഇപ്പൊ ഇപ്പത്തെ നിലവിൽ കാരണം ഓരോരുത്തരും സ്വന്തം നിലക്ക് കിതാബ് പഠിക്കലും വായിക്കലും കിതാബിലുള്ളതാണ് പോലും പറയില്ല, നമുക്ക് പറഞ്ഞു തരൂല. ക്ഷമിച്ചത് നമുക്ക് പറഞ്ഞു തരും. അയാളെ വിചാരണ ഒന്നും കൂടാതെ കൊന്നു തള്ളിയതിനെ കുറിച്ച് പറഞ്ഞു തരൂല. എന്ന് മാത്രമല്ല, അയാളെ കൊല്ലാൻ പോകുമ്പോ അയാള് ചോദിക്കുന്നുണ്ട്, എന്റെ കുട്ടികൾക്ക് ആരാ ഉള്ളത് മുഹമ്മദേന്ന്. അപ്പൊ അയാള് പറഞ്ഞത് നരകണ്ട് അത്രേ. യുദ്ധത്തിലല്ലാതെ 70 പേരെ തടവുകാരായിട്ട് പിടിച്ചു. ഈ തടവുകാരായി പിടിച്ച പൈസ വാങ്ങിട്ടോ എന്തൊക്കെ അവരെ തിരിച്ച് നഷ്ടപരിഹാരം വാങ്ങി. അതൊക്കെ തീരുമാനവും ചർച്ചയും അബൂബക്കറുമായിട്ടും ഉമറുമായിട്ടും ചർച്ച നടക്കുന്നതും ഉമറും അബൂബക്കർ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുന്നതും പിന്നീട് ഖുർആൻ വചനം ഇറങ്ങണമൊക്കെ പിന്നെയാണ്. അതൊക്കെ തീരുമാനമാവുന്നതിന് മുമ്പ് ഇവരെ രണ്ടാളെ നളർ ബിൻ ഹാരിസിനെയും ഉക്കബത്ത് ബിൻ അബി മുഅയ്ത്തിനെയും പോണ വഴിയിൽ മദീനയ്ക്ക് കൊണ്ടുപോയി പിടിച്ചു കെട്ടി കൊണ്ടുപോണേന്റെ ഇടയിൽ തന്നെ കൊന്നു. തീരുമാനമാവുന്നതിന് മുമ്പ്. അതേ അറിയില്ല. അത് ഇനിയിപ്പോ നമ്മള് അങ്ങനെ ചരിത്രം കേട്ടിട്ടില്ല. നിങ്ങള് ഹദീസിലുണ്ട് ഉക്കബ ബിൻ അബി മുഅയ്ത്തിനെ. പിന്നെ വേറൊരാളെ കൊല്ലാൻ പറഞ്ഞത് നുണ പറഞ്ഞോട്ടെ ഞങ്ങൾ എന്നാണ്. ചതിച്ചു കൊല്ലാൻ പെർമിഷൻ ചോദിച്ചപ്പോ കൊന്നു എന്നാ പറഞ്ഞു. ആയിക്കോട്ടെ, നുണ പറഞ്ഞു. ഇതിനെ ഒന്നാമത് ഖുറൈശികളെ നബിനെ കൊല്ലാൻ ശ്രമിച്ചതാണ് അവിടെ നാട് വിടേണ്ടി വന്നതും ഇതൊക്കെ ഒരു കാരണം. അതൊക്കെ ചരിത്രപരമായി തെറ്റാണ്. അതൊക്കെ നമ്മൾ മതത്തിലേക്ക് വന്നിരുന്നെങ്കിലേ അവിടെ എന്താണ് വന്നിരുന്നെങ്കിൽ ഇപ്പൊ ഈ ഇസ്ലാമിലേക്ക് വന്നിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാവില്ല. ഇന്നാ അല്ല ഞാൻ പറഞ്ഞപ്പോ അപ്പൊ അവിടെ ചിലപ്പോ അവിടെ കൊണ്ട് അങ്ങനെ ഇവിടുത്തെ സംഘികൾ നിങ്ങളെല്ലാരും ഗർവാപ്പസി നടത്തി ഇസ്ലാമൊക്കെ ഉപേക്ഷിച്ച് മുസ്ലിം ആയാൽ ഇവിടെ ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞ പോലത്തെ ഒരു വാദല്ലേ? ഏതായാലും ഞാനെന്നാ നോക്കട്ടെ. ഞാനെന്നാ പറഞ്ഞ കാര്യം നിങ്ങൾ പറയുന്ന കാര്യത്തില് അവര് മറുപടി പറയൽ ബാധ്യസ്ഥരാണ്. പിന്നെ അവരിത് ഇങ്ങനെ പറഞ്ഞു നടന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പൊ അവര് എന്തായാലും നിങ്ങൾ പറഞ്ഞ കാര്യത്തിൽ ക്ലാരിഫിക്കേഷനും വിശ്വാസികൾക്ക് തരണം. അത് എന്തായാലും ഇല്ല. അപ്പൊ എന്തുകൊണ്ട് അവര് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും പഠിച്ച അവര് എന്തുകൊണ്ട് ഇതിനെ അടിമത്തം എന്ന് പറയുന്നത് പരസ്യ സംവാദം പൊതുജനങ്ങളുടെ മുമ്പിൽ നടക്കുകയും ആളുകൾക്ക് സംശയം എന്നോടും അവരോടും ചോദിക്കാനുള്ള ഒരു പൊതുവേദിയിൽ വന്നിട്ട് അടിമത്തത്തിൽ ന്യായീകരിക്കും ചെയ്തോട്ടെ. അല്ല ഞാൻ പറയുന്നത് ഇത്രയും വിശ്വാസികളെ കയ്യിൽ നിന്ന് പൈസയൊക്കെ വാങ്ങി ഇവര് വലിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ നമ്മള് സാധാരണക്കാരനായ വിശ്വാസികൾ നിങ്ങളോട് വന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്യേണ്ട കാര്യമില്ല. അവര് ഇത് ഒരു ക്ലാരിഫിക്കേഷൻ തരണം. അതെ, അതാ പറഞ്ഞത്. അവര് വിശ്വാസികളെ കബളിപ്പിക്കാണ്. അവര് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഇപ്പൊ അടുത്ത് എനിക്കെതിരെ ഈ വിമർശനങ്ങൾ നടക്കുമ്പോ എന്നെ പ്രതിരോധിക്കുന്നത് ഞാൻ 2 കല്യാണം കഴിച്ചിട്ടുണ്ട് എന്ന് നുണ പറഞ്ഞിട്ടാണ്. വ്യക്തിപരമായ കാര്യങ്ങളാണ് അതാണ് അവർ ചെയ്യണേ. എന്നിട്ട് അങ്ങനെ തെറി പറഞ്ഞ് നടക്കുന്ന ഏതോ സ്ത്രീ ഉണ്ട്. ആ സ്ത്രീനെ പൊക്കി പിടിച്ചിട്ടാണ് ഇപ്പൊ എനിക്ക് മറുപടി തരുന്ന മൂല്യന്മാര്. ഇതല്ലല്ലോ നമ്മൾ പറയുന്ന ഇതിന് പറയാൻ കഴിയുന്നില്ല. കാരണം നമ്മളൊരു ദീന് ആകുമ്പോ അത് അത്രയും ക്ലിയർ ആണ്. അപ്പൊ അതിന് നിങ്ങൾക്ക് മറുപടി അവര് അതേ നിലക്ക് തന്നെ നമുക്ക് പണ്ഡിതന്മാർ വിശ്വാസികളോട് പറഞ്ഞു കൊടുക്കണം. കാരണം ഈ നമ്മൾക്ക് ഇത് നമ്മൾ പറഞ്ഞാൽ അത്ര കിതാബില് പോയിട്ടില്ല. 5-6 വരെയൊക്കെ പോയിക്കാണ്ട് പിന്നെ നമ്മൾ ഓരോ ജോലികാരിയായിട്ട് പോകണാണ്. നമ്മള് വയലിൽ കേട്ടുകാണ്ട് എന്തൊക്കെ ഉള്ള അറിവാണ്. അപ്പൊ അതല്ലാത്തൊരു വിവരങ്ങള് ഒരാള് പബ്ലിക്കായിട്ട് പറയുമ്പോ അത് ക്ലിയർ ചെയ്ത് കൊടുക്കണം. അതാ ഞാൻ പറഞ്ഞത്. അവരെന്തുകൊണ്ട് അത് ഇറങ്ങണം എന്നില്ല. അതാ ഞാൻ പറയുന്നത് ചോദിക്കണം എന്നുള്ളത്. അപ്പൊ അത് ഏതായാലും ഞാൻ ഈ നിങ്ങൾ പറഞ്ഞ ബുക്കിനെ പറ്റി ഒന്ന് അന്വേഷിക്കട്ടെ. ഉസ്താദ്മാരോടൊന്ന് ചോദിച്ചോക്കട്ടെ എന്താണ് ഇപ്പൊ ഇത്. കാരണം ഇത് ഇങ്ങനെ ആയാല് ഒരു എവിടെ എത്തുന്ന അറിയില്ലല്ലോ. കാരണം നമുക്ക് ഫീൽ ചെയ്യും. അതാ പ്രശ്നം.
അതാണ്. അപ്പൊ അത് ഇതൊന്ന് ക്ലിയർ ചെയ്യട്ടെ. ഞാൻ ആയിക്കോട്ടെ വിളിക്കാം, ശരി 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 ഒന്നുകൂടി വിളിക്കാം. ശരി